ഹലോ. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മാർക്കറ്റിങ്ങും, രണ്ട് സെയിൽസും. ഇത് രണ്ടും നമ്മുടെ ബിസിനസ്സിൻ്റെ എൻജിൻസാണ്. ഈ എൻജിൻസാണ് നമ്മളെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ആ ബിസിനസ്സിനെ എത്തിക്കുന്നത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ട സംഗതി. ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് വരുമാനം വരില്ല. എന്താണോ ഉണ്ടാക്കി വെച്ചേക്കണത്, എന്തോ പ്രൊഡക്റ്റോ സർവീസോ എന്തോ നിങ്ങളുടെ അടുത്തുണ്ടല്ലോ, അത് വിൽക്കാനാണ് നിങ്ങൾ ബിസിനസ് തുടങ്ങിയേക്കുന്നത്. ആ സാധനം വിറ്റ് പോകില്ല. അതാണ് പ്രശ്നം. ഈ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണം, സെയിൽസ് എങ്ങനെ നല്ല രീതിയിൽ കൺവേർട്ട് ചെയ്യണം, ഇതൊന്നും പലർക്കും അറിയില്ല. പ്രത്യേകിച്ച് പുതുതായി ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവർക്ക്. ഇത് അറിഞ്ഞില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടക്കം മുതലേ സ്ട്രഗിളായിരിക്കും. കസ്റ്റമറെ കിട്ടുന്നില്ല. പലരും പറയുന്ന കംപ്ലൈൻ്റാണ്, ബിസിനസ് തുടങ്ങി കസ്റ്റമറെ കിട്ടുന്നില്ല, സെയിൽ അങ്ങോട്ട് നടക്കണില്ല. പക്ഷെ നമ്മൾ അവരോട് തിരിച്ച് ചോദിക്കാൻ നേരത്ത് കസ്റ്റമറെ കണ്ടെത്താനായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിക്കാൻ നേരത്ത് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. വേറൊരു ചോദ്യം പിന്നെയും ചോദിക്കാം, കസ്റ്റമറെ കണ്ടെത്താനായിട്ട് എന്തൊക്കെ മാർഗങ്ങൾ നിലവിൽ നിങ്ങൾക്ക് അറിയാം. ഇത് ചോദിക്കുമ്പോഴും അവർക്ക് കാര്യമായിട്ട് വലിയ അറിവൊന്നുമില്ല. അപ്പം നമ്മൾ പലരുടെയും ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു പ്രൊഡക്റ്റ്, ഒരു സർവീസ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് നിങ്ങളെ തേടി ഇങ്ങ് വരുമെന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പ്രതീക്ഷയിലിരിക്കുകയാണ് പലരും. പ്രതീക്ഷ ഒരിക്കലും നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ല. നമ്മളായിട്ട് ഇറങ്ങി തിരിച്ച് കസ്റ്റമേഴ്സിനെ കണ്ടെത്തണം. അതിനായിട്ട് നമ്മൾ പഠിക്കണം. എന്താ പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെല്ലാം മാർഗങ്ങളിലൂടെ എനിക്ക് എൻ്റെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് എത്താം. ഈ സാധനം ഉണ്ടല്ലോ, ഉണ്ടാക്കി വെച്ചേക്കണ സാധനം, ആ സ്റ്റോക്ക്, അതെങ്ങനെ വിറ്റ് തീർക്കാം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് മാർക്കറ്റിങ്ങും സെയിൽസും. ആദ്യം കാശ് വരട്ടെ, ബിസിനസ്സിലേക്ക് കാശ് വരട്ടെ. ബാക്കിയുള്ള എല്ലാ പ്രോബ്ലംസും നമുക്ക് മണി വെച്ച് സോൾവ് ചെയ്യാം. കാശ് അധികമായിട്ട് വരുന്നതാണോ പ്രശ്നം? നല്ല അക്കൗണ്ടൻറ്റിനെ ഹയർ ചെയ്യാം, നല്ല CAനെ ഹയർ ചെയ്യാം. അവിടെ എല്ലാ ഓപ്ഷനുണ്ട്. കാശ് വരുന്ന പ്രോബ്ലം നിങ്ങൾ ആദ്യം സോൾവ് ചെയ്യുക. ആ വരാനുള്ള ആ ഫ്ലോ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. ആ ഇനീഷ്യൽ ട്രാക്ഷൻ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. ഇനീഷ്യൽ ഓർഡറുകൾ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷമാണ് മറ്റു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറ്റി ഓർത്ത് നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യമുള്ളൂ. സെയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് പൊളിയും, യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ ലോഗോയിലിട്ട് എന്തൊക്കെ പണി നടത്തിയാലും, പച്ച മാറ്റി നീല അടിച്ചാലും, ആനയുടെ കൊമ്പ് മാറ്റി വേറെ ഏതെങ്കിലും കാളയുടെ കൊമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചാലും അതുകൊണ്ടൊന്നും വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. മാർക്കറ്റിങ്ങും സെയിൽസും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ചെയ്യണം. ഇവിടെ പല പ്രൊഡക്റ്റുകളും സർവീസുകളും നമുക്ക് പരസ്യം കൊടുത്ത് കസ്റ്റമർ ഇങ്ങോട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല. അതായത് കസ്റ്റമർ നിങ്ങളെ പിക്ക് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കസ്റ്റമറുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അവരെ അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ട് രീതിയിലാണ് നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് 1-on-1 പ്രൈവറ്റായിട്ട് നമുക്ക് ചെയ്യാം, 1-on-1 പബ്ലിക്കായിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പം നമ്മളറിയാവുന്ന ഓഡിയൻസ് രണ്ട് വിഭാഗമാണുള്ളത്. ഒന്ന് നമ്മളറിയാവുന്നവരും, ഒന്ന് നമ്മളറിയാത്തവരും. നമ്മളറിയാവുന്നവരെ വെച്ച് മാത്രം നമുക്ക് ഒരു ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്യാൻ പറ്റില്ല. കാരണം അത് ലിമിറ്റഡാണ്. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും എന്നും പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് നമ്പറാണ് അതുള്ളൂ. ആ നമ്പറിൻ്റെ പുറത്തേക്ക് കടന്നാൽ മാത്രമാണ് നമുക്ക് ബിസിനസ് വളർത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എപ്പോഴും സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ബിസിനസ്സിലേക്ക് കസ്റ്റമേഴ്സായിട്ട് കടന്നു വരണം. എന്നാൽ മാത്രമാണ് ആ ബിസിനസ് വളരുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പലരും ചെയ്യുന്ന ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരസ്യം കൊടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പരസ്യം വർക്കൗട്ടായി, അത് കസ്റ്റമർ നിങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. പല ബിസിനസ്സുകൾക്കും നമുക്ക് അങ്ങോട്ടേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് ഇന്നത്തെ ഡിജിറ്റൽ ഏജിൽ. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സോഷ്യൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് നമുക്ക് വേണ്ട കസ്റ്റമേഴ്സിനെ നമുക്ക് കണ്ടെത്താം. കോൾഡ് ഔട്ട്റീച്ച് ചെയ്യാം. അതായത് സ്ട്രേഞ്ചേഴ്സിലേക്ക് നേരിട്ട് തന്നെ നമുക്ക് കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ പ്രൊഡക്റ്റും സർവീസും ആവശ്യമുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. ഇത് പലരും ചെയ്യാറില്ല. ഈ ഡയറക്റ്റ് നമ്മൾ അങ്ങോട്ട് ചെന്ന് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആരെയാണോ വേണ്ടത്, ആരാണോ നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ, ആ കസ്റ്റമറെ നമുക്ക് കറക്റ്റായിട്ട് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് മീഡിയം, അപ്പോൾ ഇൻസ്റ്റാഗ്രാം എടുക്കാം. നിങ്ങളൊരു B2B പ്രൊഡക്റ്റാണ് നിങ്ങളുടെ അടുത്തുള്ളത്, ബിസിനസ് ടു ബിസിനസ്സാണ്, അല്ലെങ്കിൽ ഹൈ വാല്യൂ ഉള്ളൊരു പ്രൊഡക്റ്റാണെന്ന് വിചാരിക്കുക. ഈ ഹൈ വാല്യൂ ഉള്ള പ്രൊഡക്റ്റുകൾ അധിക സമയം നിങ്ങളുടെ കസ്റ്റമർ, ഇപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവരാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ് എന്ന് വിചാരിക്കുക. നമുക്ക് അവരെ ഇൻസ്റ്റാഗ്രാം വഴി കണ്ടെത്താനായിട്ട് സാധിക്കും. ഇൻസ്റ്റാഗ്രാം വഴി അവരുടെ ഡാറ്റ കളക്ട് ചെയ്ത് അവരെ 1-on-1 ആയിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക.
ഇൻസ്റ്റഗ്രാമിൽ പരസ്യം കൊടുത്ത് അവർ ഇങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്ത് നിൽക്കാതെ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അവരെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും അവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത് പല മെത്തേഡുകളുണ്ട്. നമുക്ക് പരസ്യം കൊടുത്ത് അവർ നമ്മളെ പിക്ക് ചെയ്യുന്ന രീതി, നമുക്ക് അവരെ പിക്ക് ചെയ്യുന്ന രീതിയുണ്ട്. ഇത് ഒരേ സമയം നിങ്ങൾ റൺ ചെയ്തു പോകണം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മെത്തേഡിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്ന് ബാക്കപ്പിനുണ്ടാവും. പലരും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്യം കൊടുത്ത് ഏതെങ്കിലും ഒരു ചാനൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെയാണ് അവർ പരസ്യം കൊടുക്കുക. അപ്പോൾ ആ മീഡിയത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സിലേക്ക് കസ്റ്റമേഴ്സിൻ്റെ ഫ്ലോ പിന്നെ ഉണ്ടാവില്ല. കസ്റ്റമേഴ്സിൻ്റെ ഫ്ലോ ഇല്ലെങ്കിൽ സെയിൽ നടക്കില്ല. സെയിൽ നടന്നില്ലെങ്കിൽ നമ്മുടെ ക്യാഷ് ഫ്ലോ ഡെഡായി പോകും. ക്യാഷ് ഫ്ലോ ഡെഡായി കഴിഞ്ഞാൽ മറ്റ് ബിസിനസ് ഓപ്പറേഷൻസ് നടത്താൻ പറ്റില്ല. സാലറി, വാടക ഒന്നും കൊടുക്കാൻ പറ്റില്ല. പയ്യെ താഴെയിടേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഫ്ലോ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണമെങ്കിൽ മൾട്ടിപ്പിൾ ചാനൽസിലൂടെ, മൾട്ടിപ്പിൾ രീതികളിലൂടെ നമ്മൾ കസ്റ്റമേഴ്സിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. ഇതൊരു സ്കില്ലാണ്. ഇത് നിങ്ങൾ പഠിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം ഒരു ചാനലിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും സെയിലിൽ കുറവായി സംഭവിക്കും. ബിസിനസ് പൂട്ടേണ്ട അവസ്ഥ വരില്ല. ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവർ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു സംഗതിയാണ്. നിങ്ങൾ ചെറിയൊരു ജോലിയിൽ നിന്നൊക്കെ മാറിയിട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഈ മാർക്കറ്റിങ്ങും സെയിൽസിലും വലിയ പിടിപാടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വരുമാനം സ്റ്റോപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ജോലിക്ക് പോകേണ്ടതായിട്ട് വരും. നിങ്ങളുടെ ബിസിനസ്സിലെ എക്സ്പെൻസുകൾ എന്തായാലും കവർ ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ പേഴ്സണൽ എക്സ്പെൻസും കവർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പരിപാടിയിലേക്ക് തന്നെ മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ മാർക്കറ്റിങ്ങും സെയിൽസും വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കണം. തുടക്കക്കാരായിട്ടുള്ളവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാതെ പരസ്യം നിങ്ങളൊരു സൈഡിൽ കൂടെ കൊടുത്തു, പക്ഷേ ഡയറക്റ്റ് കസ്റ്റമർ അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്റ്റ് ചെയ്യുക, ഫേസ്ബുക്ക് വഴി കോൺടാക്റ്റ് ചെയ്യുക, ഗൂഗിൾ മൈ ബിസിനസ്സിൽ നിന്ന് ലിസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഒരു ദിവസം 100 പേരെ കോൺടാക്റ്റ് ചെയ്യാലോ. ഇപ്പോൾ കോളെല്ലാം ഫ്രീ ആണല്ലോ. നമുക്ക് പല നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സും ഫ്രീ ആയിട്ടാണ് തരുന്നത്. ഒരു ദിവസം എത്ര കോൾ വേണമെങ്കിലും നമുക്ക് വിളിക്കാം. പക്ഷേ ഈ പോസിബിളായിട്ടുള്ള നമ്മളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ചെറിയ എഫേർട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയ മാർക്കറ്റിംഗ് രീതികൾ പോലും പലരും ചെയ്യാതെയാണ് സംഗതി കസ്റ്റമറെ കിട്ടില്ല എന്ന് പറഞ്ഞ് പലരും ഇരിക്കുന്നത്. നമ്മൾ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പഠിക്കണം. വേഗത്തിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പഠിക്കണം. നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ സെയിൽ നടക്കില്ല. അപ്പോൾ ഇറങ്ങി തിരിച്ച് കസ്റ്റമറെ കണ്ടെത്തുക എന്നുള്ളത് നിങ്ങളുടെ ഒരു പണിയാണ്. ഇനി ഇവിടെ ചിലപ്പോൾ സംശയം വരാൻ സാധ്യതയുള്ളത്, ഇപ്പോൾ നിങ്ങൾ വിൽക്കുന്നത് വളരെ മാർജിൻ കുറഞ്ഞ, വില കുറഞ്ഞ പ്രൊഡക്റ്റുകളാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഞാൻ ഉദാഹരണം നേരത്തെ പറഞ്ഞത് കൺസ്ട്രക്ഷൻ്റെ കാര്യമാണ്. കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്നത് ഒരു ഹൈ മാർജിനുള്ള ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകളാണ്. നിങ്ങൾ വിൽക്കുന്ന ലോ ടിക്കറ്റ് പ്രൊഡക്റ്റുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണെന്ന് വിചാരിക്കുക. എന്താ പറയുക, ഈ ബനാന പൗഡറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണെന്ന് വിചാരിക്കുക. അതിനൊക്കെ ഒരു വില ഇടുന്നതിന് പരിധിയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോൾഡ് ഔട്ട്റീച്ചിലൂടെ ഡയറക്റ്റ് അങ്ങടേക്ക് ചെന്ന് കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് ഓരോ കസ്റ്റമറേയും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 200 ഗ്രാമിൻ്റെ ബനാന പൗഡർ വിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 40 രൂപ 30 രൂപയൊക്കെയാണ് ലാഭം ഉണ്ടാവുള്ളൂ. എനിക്ക് അതിൻ്റെ കൃത്യ മാർജിൻ എത്രയാണെന്ന് അറിയില്ല. അത് വളരെ കുറച്ച് മാർജിൻ, ഏതായാലും പ്രൈസിൻ്റെ അപ്പുറത്തേക്ക് മാർജിൻ എന്തായാലും കിട്ടുമല്ലോ. അപ്പോൾ കുറഞ്ഞ വില മാത്രമാണ് 10-200 രൂപയുടെയൊക്കെ സാധനങ്ങൾ വിൽക്കുന്നവർക്ക് ആകെ കുറഞ്ഞ ലാഭമൊക്കെയാണ്. 10-50 രൂപയൊക്കെയാണ് ലാഭം കിട്ടുക. അപ്പോൾ ഈ ഒരു 50 രൂപയ്ക്ക് വേണ്ടി ഓരോരുത്തരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഓരോരുത്തരെ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? അതൊരു ചോദ്യം തന്നെയാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അഫിലിയേറ്റ്സുകളെ കോൺടാക്റ്റ് ചെയ്യാം. അതായത് അഫിലിയേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി കസ്റ്റമറെ കണ്ടെത്തി തരുന്ന ആരെയും നമുക്ക് അഫിലിയേറ്റ് എന്ന് വിളിക്കാം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രൊഡക്റ്റ് വിറ്റ് തരുന്ന ആരെയും നമുക്ക് അഫിലിയേറ്റ്സ് എന്ന് വിളിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് വില കുറഞ്ഞ പ്രൊഡക്റ്റാണ്, 200 രൂപ ബനാന പൗഡർ തന്നെ എടുക്കാം. അപ്പോൾ നിങ്ങൾ പഠിക്കണം, ഈ ബനാന പൗഡർ വാങ്ങാൻ സാധ്യതയുള്ള ഓഡിയൻസ് ആരെയാണ് ഫോളോ ചെയ്യണമെന്ന് നോക്കണം. ആരെയായിരിക്കും ഇവർ ഫോളോ ചെയ്യുക? അപ്പോൾ ഹെൽത്തുമായി റിലേറ്റഡ് ആയിട്ട് കുറച്ച് കണ്ടൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കയറുക. ഹെൽത്തുമായി ബന്ധപ്പെട്ട് കണ്ടൻറ്റുകൾ ചെയ്യുന്ന ആളുകളിൽ ആ ഓഡിയൻസിൽ, ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഓഡിയൻസിൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഉണ്ടാവും. പിന്നെ ബനാന പൗഡർ ചെറിയ കുട്ടികളുള്ളവർക്ക് കൊടുക്കാറുണ്ട്, അവർക്ക് ബേബി ഫുഡ് എന്നുള്ള രീതിയിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികളുള്ള അമ്മമാർ കാണാൻ സാധ്യതയുള്ള ഇൻസ്റ്റാഗ്രാം പേജുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ നോക്കാം. അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഏതെങ്കിലും ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങളിത് ബൾക്കായിട്ട് അവർക്ക് കൊടുക്കാമെന്നുള്ളൊരു ഓഫർ
ഒരു ഓഫർ കൊടുക്കുക. അതായത് ഓരോ സെയിലിനും ഇത്ര പെർസെൻറ്റേജ് കമ്മീഷൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ 50 രൂപയുടെ ലാഭമുള്ള പ്രൊഡക്റ്റിന് വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട, മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടി കസ്റ്റമറെ കണ്ടെത്തി തരുന്ന ആളുകളെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ പറയുക ബൾക്കായിട്ട്, അതായത് ഒരു 100 എണ്ണം 50 എണ്ണം ഒറ്റയടിക്ക് നിങ്ങൾക്ക് പോകാൻ നേരത്ത് അപ്പോൾ അതൊരു ഹൈ ടിക്കറ്റ് ആയല്ലോ. ചെറിയ മാർജിൻ ചെറിയ പ്രൈസുള്ള പ്രൊഡക്റ്റുകൾ ബൾക്കായിട്ട് എടുക്കാൻ നേരത്ത് അപ്പോൾ അത് വലിയ പ്രൈസ് ആയല്ലോ. അപ്പോൾ നിങ്ങളുടെ മാർജിനനുസരിച്ച് കൂടിയല്ലോ. 200 രൂപയല്ല, അപ്പോൾ അവിടെ ഒറ്റയടിക്ക് 5000 രൂപയുടെ സെയിലായിരിക്കും നടക്കുക. അപ്പോൾ അതിൽ നല്ല മാർജിൻ ഉണ്ടാവും. 10000 രൂപയുടെ സെയിലായിരിക്കും നടക്കുക, നല്ല മാർജിൻ ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. അഫിലിയേറ്റ്സുകളെ കണ്ടെത്താനായിട്ട് നോക്കുക. അപ്പോൾ പല രീതിയിൽ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. തീരെ കസ്റ്റമറെ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കണില്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നാണ്. നിങ്ങൾ ആ ബിസിനസ് രീതിക്ക് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അത്ര മോശം. ഒരു ആവറേജ് പ്രൊഡക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ എക്സെപ്ഷണൽ പ്രൊഡക്റ്റ് ഒന്നും ആവണ്ട കസ്റ്റമറെ കിട്ടാനായിട്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പല പ്രൊഡക്റ്റുകളും എക്സെപ്ഷണൽ പ്രൊഡക്റ്റുകളാണോ? അല്ല, അതൊരു ആവറേജ് പ്രൊഡക്റ്റാണ്. അത് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ വാങ്ങിച്ചു. അങ്ങനെ ഒരു ആവറേജ് പ്രൊഡക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കസ്റ്റമറെ കണ്ടെത്താനായിട്ട് സാധിക്കും. എന്നിട്ടും നിങ്ങൾക്ക് കസ്റ്റമറെ ഇത്രയൊക്കെ ആവറേജ് പ്രൊഡക്റ്റും സർവീസും ഉണ്ടായിട്ടും നിങ്ങൾക്ക് കസ്റ്റമറെ കണ്ടെത്താൻ സാധിക്കില്ലെങ്കിൽ സെയിൽസും മാർക്കറ്റിങ്ങും നിങ്ങൾ പഠിച്ചേ പറ്റും. നിങ്ങൾക്ക് സെയിൽസും മാർക്കറ്റിങ്ങും അറിയില്ല. പലർക്കും പലതിൻ്റെയും ഫോർമുലേഷൻസ് ഒക്കെ അറിയാം. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ പോലെ ഈ ബനാന പൗഡർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയാം, പക്ഷേ എങ്ങനെ വിൽക്കണമെന്ന് അവർക്കറിയില്ല. ഇന്ന പ്രൊഡക്റ്റ് അവിടെ കിട്ടുമെന്ന് അറിയാം, പക്ഷെ അതെങ്ങനെ വിൽക്കണമെന്ന് അറിയില്ല. ബ്യൂട്ടി കോസ്മെറ്റിക് ഐറ്റംസ് എല്ലാം ചെയ്യുന്നവർ എങ്ങനെയാണ് ആ ക്രീം ഉണ്ടാക്കുന്നത് എന്ന് അവർക്കറിയാം, പക്ഷെ അതെങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്നോ അതെങ്ങനെ വിൽക്കണമെന്നോ അറിയില്ല. മാർക്കറ്റിംഗ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആദ്യം കാണുന്നത് നിങ്ങളുടെ മാർക്കറ്റിങ്ങിൻ്റെ ക്വാളിറ്റിയാണ്. നിങ്ങൾ ഏത് രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആദ്യം കാണുന്നത്. അതിനുശേഷമാണ് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കാണുള്ളൂ. വൺസ് സെയിൽ നടന്ന് അത് പർച്ചേസ് ചെയ്ത് അത് മുഖത്ത് തേച്ച് നോക്കിയാലാണല്ലോ ഈ സാധനം വർക്കൗട്ട് ആവില്ല എന്നുള്ളത് അറിയുള്ളൂ. അപ്പോൾ ആ ഇനീഷ്യൽ പർച്ചേസിങ് ഡിസിഷൻ എടുക്കുന്നത് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ബേസ്ഡിലല്ല, മാർക്കറ്റിങ്ങിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നനുസരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം കാണുന്നത് മാർക്കറ്റിംഗ് ആണ്. ശേഷമാണ് അവിടെ സെയിൽ നടന്നത് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷമാണ് റിപ്പീറ്റ് പർച്ചേസുകൾ വരാൻ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളും സർവീസുകളും സഹായിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കസ്റ്റമർ റിറ്റൻഷൻ ടൂളാണ്. എന്ത് ക്വാളിറ്റി എന്നുള്ളത് വന്ന കസ്റ്റമറെ നിലനിർത്താനുള്ള ടൂളാണ്. ആ ഇനീഷ്യൽ ട്രാൻസാക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയല്ല, അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് മാർക്കറ്റിംഗ്. അപ്പോൾ മാർക്കറ്റിംഗ് നിങ്ങൾ പഠിക്കണം. ഇറങ്ങി തിരിച്ച് നിങ്ങൾ കസ്റ്റമറെ കണ്ടെത്തുക. പല മാർഗ്ഗങ്ങൾ നിങ്ങൾ നോക്കാം. അപ്പോൾ കോൾഡ് ഔട്ട്റീച്ച് നിങ്ങളായിട്ട് ഇറങ്ങി തിരിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ്. സ്ട്രേഞ്ചേഴ്സിനെ നിങ്ങളായിട്ട് ഇറങ്ങി തിരിച്ച് കണ്ടെത്തി കസ്റ്റമറാക്കി മാറ്റുന്നതാണ് കോൾഡ് ഔട്ട്റീച്ച്. കസ്റ്റമർ ഇങ്ങോട്ട് വന്ന് നമ്മളെ പിക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കരുത്. പലരുടെയും ഒരു പ്രശ്നം അതാണ്. അവരിങ്ങനെ പ്രൊഡക്റ്റും സർവീസും ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് സെയിൽ വരും, നാളെ സെയിൽ വരും എന്നുള്ള പ്രതീക്ഷയിൽ. പ്രൊഡക്റ്റും സർവീസും അല്ല നിങ്ങൾക്ക് സെയിൽ കൊണ്ടുവന്നത്, മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ മാർക്കറ്റിങ്ങിനെ വില കുറച്ചൊരിക്കലും കാണരുത്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം ടിപ്സുകൾ, സ്മോൾ ബിസിനസ് ഓണേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ധാരാളം ടിപ്സുകൾ ഞാൻ ആ ഗ്രൂപ്പിലിടും. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് സെക്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.